അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, അതായത് പൈപ്പ് ഇട്ടിട്ട് കുടിവെള്ളം എത്തിക്കാൻ കഴിയാതെ നിൽക്കുന്ന ജനങ്ങൾ വസിക്കുന്ന ഒരു പ്രദേശം, 13 ലക്ഷം രൂപ അവരുടെ ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കാൻ വേണ്ടി വേനൽക്കാലത്ത് ചെലവഴിക്കേണ്ടി വന്ന ഒരു പ്രദേശം, ഭൂഗർഭ ജല വിധാനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും അപകടകരമായ സ്ഥിതിയിലെന്ന് ഡൈനാമിക് റിസോഴ്സ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ എന്ന ഒരു പഠന റിപ്പോർട്ട് പുറത്തു വന്നതിൽ ഏറ്റവും അപകടകരമായ നിലയിലെന്ന് അടയാളപ്പെടുത്തിയ ഒരു പ്രദേശം, അവിടെ ജനങ്ങളെ കേൾക്കാതെ ഈ പ്രകൃതി വിഭവങ്ങളുടെ അവകാശാധികാരങ്ങളിൽ പഞ്ചായത്തിൻ്റെ പങ്ക് എന്താണെന്ന് ബോധ്യപ്പെടുത്താതെ അവരെ വിശ്വാസത്തിലെടുക്കാതെ ഈ പദ്ധതി വരുമ്പോൾ എന്താണ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു പഞ്ചായത്താണ്. അതിൻ്റെ ഭരണസമിതിയുടെ അധ്യക്ഷയാണ് ഇപ്പോൾ ഇവിടെ സംസാരിച്ചത്. അവർക്ക് രാഷ്ട്രീയമായി അങ്ങനെ പറയാനുള്ള അവകാശങ്ങളുണ്ട്. അവിടുത്തെ ജനങ്ങളാകെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുകയല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ ആകെ ജനങ്ങളുടെ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജനങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമായി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക എന്നത് ഞങ്ങളുടെ നയമല്ല. ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാതിരുന്നാൽ കുടിവെള്ളം എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ നയം. ഇപ്പോൾ കേരള സർക്കാർ മുന്നോട്ട് കൊണ്ടുവന്ന ഹരിത കേരള മിഷൻ എന്നൊരു സംവിധാനമുണ്ട്. നമ്മുടെ പുഴകളിലെല്ലാം നീരൊഴുക്ക് ശക്തിപ്പെടുത്തുക, അതിൻ്റെ ഭാഗമായി ഭൂഗർഭജലം വർദ്ധിപ്പിക്കുക, ഇതായിരുന്നു ഞങ്ങളുടെ കാഴ്ചപ്പാട്. അത് വളരെ നല്ല നിലയ്ക്ക് മുന്നോട്ട് പോയി. 86,000 കിലോമീറ്റർ പുഴകൾ, തോടുകൾ ഈ കേരള സർക്കാർ ഈ 8.25 കൊല്ലക്കാലം കൊണ്ട് തെളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനെ എതിർത്ത് അത് പിരിച്ചുവിടുമെന്നാണ് UDF പ്രഖ്യാപിച്ചത്. ഇവർ കുടിവെള്ളത്തെക്കുറിച്ച് നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും നല്ല കുടിവെള്ള വിതരണത്തിന് വേണ്ടി സർക്കാർ കൊണ്ടുവന്ന ഹരിത കേരള മിഷനെ ഇല്ലാതെയാക്കുമെന്ന് പറഞ്ഞ കൂട്ടരാണ് ഇപ്പം നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഏതെങ്കിലും പഞ്ചായത്തിലെ ജനങ്ങൾക്ക് മാത്രമല്ല, എല്ലാ ജനങ്ങൾക്കും കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള പദ്ധതികളുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതൊരു പ്രാദേശിക പ്രശ്നമല്ല. സർക്കാർ വളരെ ഗൗരവത്തോടു കൂടിയാണത് കാണുന്നത്. ആ നിലയിൽ തന്നെയാണ് അതിനെ കാണുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കാലാവസ്ഥാ വ്യതിയാനം അല്ലെങ്കിൽ അതിതീവ്ര മഴ എന്നൊക്കെ പറയുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഡൽഹിയിൽ അതില്ല. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും ഉയർന്ന ചൂടാണ് ഡൽഹിയിൽ 50 ഡിഗ്രിയാണ് ഉണ്ടായത്. ഈ നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ മഴ കൊണ്ട്, പ്രളയം കൊണ്ട് തകർന്നു പോയത് ഡൽഹിയാണ്. നമ്മൾ കണ്ടില്ലേ? ആം ആദ്മി പാർട്ടിയാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാലാവസ്ഥാ വ്യതിയാനം അടക്കമുള്ള നിരവധി വെല്ലുവിളികൾ ഉള്ളതുകൊണ്ട് ഇനി കേരളത്തിൽ വ്യവസായം വേണ്ട, വികസനം വേണ്ട. കുറേ പരിസ്ഥിതി സംഘടനകളുടെ നേതാക്കന്മാരായി ഉടുപ്പിട്ട് വരുന്ന കുറേ ആളുകളുണ്ട്. അവരെന്താ പറയേണ്ടത്? രാജസ്ഥാനിൽ ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നില്ലേ? രാജസ്ഥാനിൽ എവിടുന്ന് വെള്ളം എടുത്തിട്ടാണ് ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുക? അവിടെ ഒരു വ്യാപാര സ്ഥാപനം അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനം ആരംഭിക്കുമ്പോൾ അവരുടെ കൺസേണാണ് വെള്ളം എവിടുന്ന് കിട്ടും. നാട്ടുകാരുടെ വെള്ളം കൂടി പിടിച്ചിട്ട് ഒരു വ്യവസായ സ്ഥാപനം പ്രവർത്തിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യത്തിന് പിന്തുണ കൊടുക്കില്ല. നിയമപരമല്ലാത്ത ഒരു സ്ഥാപനവും പ്രവർത്തിക്കാൻ ഞങ്ങൾ പിന്തുണ കൊടുക്കില്ല. പക്ഷെ നിയമപരമായൊരു സ്ഥാപനം പ്രവർത്തിക്കുന്ന രംഗത്ത് തടയാൻ വന്നാൽ ആ തടയൽ അവിടെ നിൽക്കില്ല. തടഞ്ഞവർക്ക് അവിടെ തടഞ്ഞുകൊണ്ട് നിൽക്കാനാവില്ല എന്ന് ബഹുമാനപ്പെട്ട CR നീലകണ്ഠന് ബോധ്യമില്ലേ? നന്ദിഗ്രാമിൽ നിന്ന് മണ്ണും ചുമന്നുകൊണ്ട് വന്ന് വയൽക്കിളി സമരം നടത്തിയ ബിരുദന്മാർ ഈ നാട്ടിലില്ലേ? BJPയുടെയും കോൺഗ്രസിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP എല്ലാം കൂടെ ഒരുമിച്ച് കൊടിയുടെ കീഴിൽ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. എത്ര സമരാഭാസങ്ങൾ നമ്മൾ കണ്ടു, എത്ര വികൃതമായ സമരാഭാസങ്ങൾ കണ്ടു, തല മുട്ടയടിക്കൽ കണ്ടു. ഇപ്പോൾ ഇവർ പറയുന്നത് വ്യവസായത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൻ്റെ തല മുട്ടയടിച്ചേക്കാം. വാളയാറിലെ അമ്മയുടെ തല മുട്ടയടിച്ച പോലെ വ്യവസായത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൻ്റെ തല അങ്ങ് മുട്ടയടിച്ചേക്കാം. കേരളത്തിൽ വ്യവസായമേ വേണ്ട, നമുക്ക് കർണാടകത്തിൽ നിന്ന് സ്പിരിറ്റ് മതി. കർണാടകത്തിൽ നിന്ന് സ്പിരിറ്റും കൊണ്ടുവന്ന് കേരളത്തിൽ കച്ചവടം ചെയ്താൽ KPSC ലളിതയുടെ വർത്തമാനത്തെക്കുറിച്ച് എന്താ ബഹുമാനപ്പെട്ട CRന് പറയാനുള്ളത്? കേരളത്തിൽ മദ്യനിരോധനം ഇല്ല, മദ്യ ഉപഭോഗം കുറയ്ക്കലാണ് നയം. ഞാൻ ഈ ചർച്ചയിൽ ആധികാരികമായിട്ട് പറയുന്നു, നിയമസഭയിൽ വെച്ച കണക്കാണ്. UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമുള്ള ആ കാലവും ഇന്നത്തെ LDF സർക്കാരിൻ്റെ കാലവും തമ്മിൽ താരതമ്യം ചെയ്താൽ മദ്യ ഉപഭോഗം കേരളത്തിൽ കുറഞ്ഞു. മദ്യശാലകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്, പക്ഷെ മദ്യ ഉപഭോഗം കേരളത്തിൽ കുറവാണ്. രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്ന്, ഈ പഞ്ചായത്തിന്റെ അനുമതി വേണ്ട എന്ന് തീരുമാനിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? പാരിസ്ഥിതിക ആഘാത പഠനം എന്നത് പരിഗണിക്കപ്പെടേണ്ടതല്ല എന്ന് സർക്കാരിന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ജനങ്ങളെ കേൾക്കുക എന്ന ഈ അടിസ്ഥാനപരമായി ചെയ്യേണ്ട ഒരു കാര്യം അതെന്തുകൊണ്ട് അവിടെ നടന്നില്ല?
അല്ല, ഒരു സ്ഥാപനം ആരംഭിക്കാൻ പ്രാഥമിക അനുമതി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും. മുന്നോട്ട് പോകുമ്പോൾ എന്തെല്ലാം അനുമതികളാണോ നിയമപ്രകാരം വേണ്ടത് അതിനവരെ അപേക്ഷിക്കും. അപേക്ഷിക്കുന്ന ഘട്ടത്തിലെ ഹിയറിംഗ് വരുള്ളൂ. ഇപ്പോൾ എക്സൈസിന് മുന്നിലുള്ള പോയിന്റ് എന്താണ്? നിലവിലുള്ള എക്സൈസ് നയം അനുസരിച്ച് ഇപ്രകാരം ഒരു ബ്രൂവറി അനുവദിക്കാൻ അവകാശമുണ്ടോ? ഇവിടെ ബഹുമാനപ്പെട്ട CR പറഞ്ഞു എന്തോ നയം മാറ്റി, ഈ കമ്പനിക്ക് വേണ്ടി നയം മാറ്റി. നമ്മുടെ ഒരു ചർച്ചയെ വന്ന് കളവ് പറയരുത്. അത് പണ്ഡിതന്മാരാണെന്ന് ആളുകൾ ധരിക്കുന്നവർ പോലും അങ്ങനെ പറയാൻ പാടില്ല. ബഹുമാനപ്പെട്ട ജോസഫ് സി മാത്യുവിൻ്റെ ഒരു വാചകം ഉണ്ടായിരുന്നല്ലോ, അഴിമതി ഒളിച്ചു കടത്തൽ. ഞാൻ പറയാം അങ്ങോട്ട്, അഴിമതി ഒളിച്ചു കടത്തൽ. അങ്ങനെ ജോസഫ് സി മാത്യു ഒളിച്ചൊന്നും കടത്തണ്ട ഒന്നും. ആ വിരുദ്ധമൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് പറഞ്ഞേക്കാം, എന്താ നിങ്ങൾ ഒളിച്ചു കടത്തുന്നതെന്ന്. ഞാൻ കൃത്യമായിട്ട് ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട ബാലഗോപാൽ നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ കശുമാങ്ങ അടക്കമുള്ള കേരളത്തിലെ ഫലവർഗ്ഗങ്ങളിൽ നിന്നും വൈൻ ഉൽപ്പാദിപ്പിക്കുന്ന അടക്കമുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? നിങ്ങൾ ഒന്നാമത്തെ ബഡ്ജറ്റ് എടുത്ത് വായിക്കുക. ആ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഒയാസിസിൻ്റെ ഏതെങ്കിലും ഒരു അപേക്ഷ ഇവിടെ പെൻഡിങ് ആണോ? അപ്പോൾ ഒയാസിസിൻ്റെ അപേക്ഷ പെൻഡിങ് ആയതുകൊണ്ട് നയം മാറ്റി എന്ന് കുമ്പസാരത്തിനിടെ കൂടെ പശുവിനെ കടത്തുന്ന പോലെ അങ്ങനെ കടത്താൻ പോയാൽ അങ്ങനെ നയം മാറ്റുന്നവരല്ല ഞങ്ങൾ എന്ന് മനസ്സിലാക്കണം. ഒരു നയവും മാറ്റിയിട്ടില്ല, ഒരു നിയമവും മാറ്റിയിട്ടില്ല. ഞങ്ങൾ ആകെ ചെയ്ത കാര്യം കേരളത്തിന് പുറത്ത് വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന മദ്യനിർമ്മാണം കേരളത്തിൽ മാത്രം പാടില്ല എന്ന നിലപാട് സ്വീകരിക്കേണ്ടതില്ല. ഇവിടുത്തെ കാർഷികോൽപ്പന്നങ്ങളിൽ നിന്നും ഇനി കേടായ അരിയാണെങ്കിൽ കേടായ അരിയിൽ നിന്നും ഉപയോഗിക്കാം. ഇതാണ് നയംമാറ്റം. ആ നയംമാറ്റത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഒയാസിസ് എന്ന പോലെ ഏത് സ്ഥാപനം എവിടെ തുടങ്ങാൻ അപേക്ഷ കൊടുത്താലും അവർക്ക് ഇപ്പോൾ കിട്ടിയ അനുവാദം കിട്ടും. അവരാരംഭിക്കുന്ന സ്ഥലത്ത് അവർക്ക് അവിടുത്തെ നിയമപ്രകാരം എന്തെല്ലാം അപേക്ഷ കൊടുക്കണോ കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ പഞ്ചായത്തിനെ കേൾക്കേണ്ടവർ പഞ്ചായത്തിനെ കേൾക്കും, അവിടുത്തെ ജനങ്ങളെ കേൾക്കേണ്ടവർ ജനങ്ങളെ കേൾക്കും.